വരുന്നവര് വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം പാട്ട് സാഹിത്യം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ വരുന്ന മണിപ്രവാളം എന്നുള്ള സെക്ഷനാണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത്. നമ്മുടെ സൈൻ ലേണിങ്ങിൻ്റെ ആദ്യത്തെ ലൈവ് സെക്ഷനാണ് ഇന്ന്. ഞാൻ എന്തായാലും ഇനി ഇൻട്രൊഡക്ഷൻ ഒരുപാട് നേരം ദീർഘിപ്പിച്ചു എന്ന് വെക്കുമ്പോൾ നമുക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ള കാര്യങ്ങളുടെ ടൈം വളരെയധികം കുറഞ്ഞു വരും. അതുകൊണ്ട് ഞാൻ നേരെ ക്ലാസ്സിലോട്ട് കടക്കുന്നുണ്ട്. ഇനി ജോയിൻ ചെയ്യുന്നവരെന്തായാലും ചെയ്യട്ടെ. ഒരു 8:10 വരെ ഞാൻ സമയം കൊടുക്കുന്നുണ്ട്. അതിന് ഇടയ്ക്ക് ഇങ്ങനെ കയറുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ആ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് സ്ക്രീന് മാറിപ്പോവുകയാണ്. ഓക്കെ, ഞാൻ എന്തായാലും തുടങ്ങുകയാണ്. ടൈം ഒരു 15-20 മിനിറ്റ് നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ സ്ക്രീന് മാറ്റി. കേൾക്കുന്നില്ലേടാ? ഓക്കെ 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 ഓക്കെ. കാണുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? ആരെങ്കിലും ഒന്ന് മൈക്ക് ഓണാക്കി പറയൂ, ക്ലിയർ അല്ലേ? അതെ, ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കേടാ, ഓക്കെ. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പില് സൈൻ ലേണിങ്ങിന്റെ നമ്മുടെ പുതിയ ഗ്രൂപ്പില് പാട്ട് സാഹിത്യത്തിന്റെ ആദ്യത്തെ ഭാഗങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിലെ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെ തുടർന്നാണ് നമ്മുടെ UGC നെറ്റിന്റെ സിലബസിൽ, മലയാളം സിലബസിൽ തൊട്ടടുത്ത് തന്നെ വരുന്ന ഭാഗമാണ് മണിപ്രവാളം. അപ്പൊ മണിപ്രവാളം എന്ന് പറഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തന്നെ ഈ മണിപ്രവാളത്തേക്ക് കടക്കുമ്പോൾ അതിന്റെ നിർവചനം, വർഗീകരണം, വികാസ പരിണാമങ്ങൾ, ആദ്യകാല മണിപ്രവാള കൃതികൾ, മധ്യകാല മണിപ്രവാള കൃതികൾ. ഈ ആദ്യകാല മണിപ്രവാള കൃതികളും മധ്യകാല മണിപ്രവാള കൃതികളും തമ്മിലുള്ള വ്യത്യാസം, ഈ പ്രസ്ഥാനങ്ങളിലൊക്കെ പെടുന്ന കൃതികൾ ഏതൊക്കെ എന്നുള്ള രീതിക്കാണ് ഈ മണിപ്രവാളത്തിന്റെ സെക്ഷൻ നമ്മൾ അവസാനിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇപ്പൊ നമുക്ക് മാക്സിമം കിട്ടുന്ന ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ആയിരിക്കും എടുക്കാൻ പറ്റുന്ന ടൈം. അപ്പൊ അതില് മണിപ്രവാളം അല്ലെങ്കിൽ പാട്ടുസാഹിത്യം നമ്മുടെ നെറ്റിന്റെ തന്നെ ഒരു സിലബസിനെ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുക എന്നേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിലെല്ലാം ഉൾപ്പെട്ടു എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അപ്പൊ ഈ ഒരു വിഷയം ഞാൻ എടുക്കുന്നതിൽ നിങ്ങൾ എത്രത്തോളം വായിക്കുന്നുണ്ട് എന്നുള്ളതിലാണ് കാര്യം. ഓക്കെ, ഞാന് ഇത് ക്ലാസ് എടുക്കുന്ന അനുസരിച്ച്, ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ നോട്ട് എഴുതിയ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഞാൻ ഈ വെച്ചിരിക്കുന്ന ഈ സ്ലൈഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം ഗ്രൂപ്പിൽ ഞാൻ ഇതിന്റെ PDF ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഇന്ന് എടുത്ത ക്ലാസ് 2 ദിവസത്തേക്കായിട്ട് പകുതിയായിട്ടായിരിക്കും നിങ്ങൾക്ക് നോട്ട് ഷെയർ ചെയ്യുന്നത്. അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഗ്രൂപ്പിലിടും. അതിന് ഉത്തരങ്ങൾ ഗൂഗിൾ ഫോമിൽ തന്നെ ഞാനത് ക്വസ്റ്റ്യൻ ആക്കി ഇടും. അത് നിങ്ങൾ മാക്സിമം എല്ലാവരും അത് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാൻ ആയിട്ട് ശ്രമിക്കുക. ഞാനത് ആരോ ഗ്രൂപ്പിൽ അത് അവിടെ വന്നിട്ടുണ്ട്, ഞാനതൊന്ന് അഡ്മിറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഏകദേശം 90 പേരിൽ കൂടുതൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സ്റ്റാർട്ട് ചെയ്യാമല്ലേ? സെക്ഷൻ തുടങ്ങുകയാണ്. മണിപ്രവാളം ആണ് ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, എടുത്തു പോകുന്ന വിഷയം.
അപ്പൊ ഇതില് മണിപ്രവാളം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നെറ്റിന്റെ സിലബസിൽ അല്ലെങ്കിൽ നമ്മൾ ഓരോ നെറ്റ് എക്സാമിലും അത്യാവശ്യം കണ്ടുവരുന്ന ഒരു ചോദ്യങ്ങളാണ് മണിപ്രവാളത്തിന്റെ ഈ സന്ദേശ കാവ്യങ്ങളിലൂടെയും അല്ലെങ്കിൽ ചമ്പുക്കള് അങ്ങനെ ഇതില് വരികള് തന്നിട്ട് ഇത് ഏതിലെയാണ് എന്ന് കണ്ടുപിടിക്കാനും നായികമാരുണ്ടാവും. ഈ നായികമാര് ഏതിലാണ് ഉണ്ണുനീലി, ഉണ്ണിയച്ചി, അപ്പൊ ഇതിലൊക്കെ ഏതിലാണ് പെടുന്നത്? ചന്ദ്രോത്സവത്തിലെയാണോ, വൈശിക തന്ത്രത്തിലെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോ നെറ്റ് എക്സാമിലും കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പം അങ്ങനെയുള്ള പേരുകൾ, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ ഈ എടുക്കുന്ന സമയത്ത് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. നാളെയും മറ്റൊന്നുമായിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് ഇടുന്നതിൽ ആ ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഞാൻ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത്. അപ്പം എടുക്കുന്ന വിഷയം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഏകദേശം നമ്മുടെ ഈ മണിപ്രവാള കാലഘട്ടം എന്ന് പറയുന്നത് ക്രിസ്തുവർഷം 10-11 ശതകത്തിലൊക്കെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഇളംകുളത്തിന്റെ അഭിപ്രായത്തിൽ AD 10-ാം ശതകത്തിൽ രചിക്കപ്പെട്ട രാജരാജ ചോള ചെമ്പിയൻ മഹാദേവ ശാസനത്തെ മുൻനിർത്തിയിട്ട് 10-ാം നൂറ്റാണ്ടിൽ തന്നെ മണിപ്രവാളം നിലനിന്നിരുന്നു എന്നാണ് ഇളംകുളം പറയുന്നത്. 10-11 നൂറ്റാണ്ടുകളിൽ മണിപ്രവാളത്തിന്റെ ആദ്യ കിരണങ്ങൾ കണ്ടു തുടങ്ങുന്നു. ഒരു മിനിറ്റ് എടാ. 10-11 നൂറ്റാണ്ടുകളിലൊക്കെയാണ് മണിപ്രവാളത്തിന്റെ ആദ്യ കിരണങ്ങൾ നമ്മുടെ സാഹിത്യത്തിലേക്ക് കണ്ടുവരുന്നത്. 13-ാം ശതകം എത്തുന്നതോടുകൂടി ഈ മണിപ്രവാളത്തിന്റെ ഈ ഒരു സാഹിത്യം എന്ന് പറയുമ്പോൾ ഏകദേശം എന്താണ്, ശക്തി പ്രാപിച്ചു തുടങ്ങി. എടാ, ആരുടെയോ വോയിസ് ഓണാണ്, അതൊന്ന് ഓഫാക്കുക. 13-ാം ശതകത്തോട് എത്തുന്നത് കൂടിയിട്ടാണ് മണിപ്രവാള സാഹിത്യത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം കൂടുതലായിട്ട് ശക്തി പ്രാപിച്ച് വരുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ഈ മണിപ്രവാളത്തിലെ രണ്ട് പ്രസ്ഥാനങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ചമ്പു, മറ്റൊന്ന് സന്ദേശ കാവ്യങ്ങൾ. മണിപ്രവാളത്തിന്റെ രൂപവും ശില്പവും രസാലങ്കാരങ്ങളും വിശദീകരിക്കുന്ന ഭാഷാശാസ്ത്ര ഗ്രന്ഥമാണ് ലീലാതിലകം. അപ്പൊ നമ്മള് അത്യാവശ്യം നെറ്റിന് വായിച്ചവർക്കൊക്കെ അറിയുമായിരിക്കും മണിപ്രവാളത്തിന്റെ ലക്ഷണം എന്തിലാണ്, ലീലാതിലകത്തിലാണ് പരാമർശിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ മണിപ്രവാളത്തിന്റെ രൂപവും ശില്പവും രസാലങ്കാരങ്ങളും വിശദീകരിക്കുന്ന ഭാഷാശാസ്ത്ര ഗ്രന്ഥം ഏത്? ലീലാതിലകമാണ്. മാർത്താണ്ഡവർമ്മയുടെയും രവിവർമ്മയുടെയും ആശ്രിതനാണ് ഇതിന്റെ രചന നടത്തിയത് എന്നാണ് ഇളംകുളത്തിന്റെ അഭിപ്രായത്തിൽ. അടുത്ത പേജ് കാണുന്നുണ്ടല്ലോ അല്ലെ? പേജ് ഞാൻ മറച്ചത് കാണുന്നുണ്ടല്ലോ അല്ലെ? കാണാം. ഓക്കെ, ഞാൻ സംസാരിക്കുന്ന എനിക്ക് എക്കോ അടിക്കുന്നുണ്ട്. എന്തെങ്കിലും വോയിസിൽ ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പം 8 ശില്പങ്ങളായിട്ടാണ് ഈ കൃതി എന്ത് ചെയ്തിരിക്കുന്നത്, രചിച്ചിരിക്കുന്നത്. ഒന്ന്, മണിപ്രവാളം രൂപവും ഭേദവും വിശദീകരിക്കുന്നു. 2, ഭാഷാ ശബ്ദം. ഇത് ഞാൻ ഈ വായിച്ചു വിടുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് വായിച്ചു വിട്ടാൽ മാത്രം മതി. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ പറയും. അപ്പം ഒന്നാമത്തെ ഈ ശില്പം, 8 ശില്പങ്ങളായിട്ട് ഈ കൃതിയെ രചിച്ചിരിക്കുന്നു. ഒന്നാമത്തേതിലെ മണിപ്രവാളം രൂപവും ഭേദവും വിശദീകരിക്കുന്നു. 2, ഭാഷ, ശബ്ദം എന്നിവയെ വിശദീകരിക്കുന്നുണ്ട്. 3 ഭാഷാ സന്ധിയാണ്. 4 ദോഷോചലനം, 20 കാവ്യ ദോഷങ്ങളെ കുറിച്ച് 4-ാമത്തെ ഭാഗത്ത് പറയുന്നു. 5 കാവ്യ ഗുണ നിരൂപണം. 6 ശബ്ദാലങ്കാര വിവേചനം. 7 അർത്ഥാലങ്കാര വിവേചനം. 29 അർത്ഥാലങ്കാരങ്ങൾ. 8-ാമത്തെ രസവിചാരം. മണിപ്രവാളത്തിന്റെ ലക്ഷണമാണ് അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഭാഷ സംസ്കൃത യോഗോ മണിപ്രവാളം. മണിപ്രവാളത്തിന്റെ ലക്ഷണമാണ് ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം. ഭാഷയും സംസ്കൃതവും യോജിക്കുന്നത്. ഇതിൽ മണിപ്രവാളം, മണി എന്ന് പറയുന്നത് എന്താണ്? മലയാളത്തെ കുറിക്കുന്നു മണി. പ്രവാളം എന്ന് പറയുന്നത് സംസ്കൃതത്തെ സൂചിപ്പിക്കാൻ പ്രവാളം. തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തില് എന്ത് ചെയ്യണം? സംസ്കൃത പദങ്ങളും മലയാള പദങ്ങളെയും കൂട്ടി യോജിപ്പിക്കുന്നതാണ്. തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തില് മലയാള പദങ്ങളെയും സംസ്കൃത പദങ്ങളെയും തമ്മിലൊരു ഒരു ബന്ധനം അല്ലെങ്കിൽ അത് വേർതിരിച്ചറിയാൻ നമുക്ക് സാധിക്കരുത്. അത്തരത്തിലാണ് ഇതിന്റെ സവിശേഷത. ലീലാതിലകക്കാരൻ മണിപ്രവാളത്തെ ഉത്തമം, ഉത്തമകൽപ്പം,
മധ്യമം, മധ്യമകൽപ്പം തുടങ്ങി 9 തിരിച്ചിരിക്കുന്നു. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഇതിൽ വന്നിട്ടുണ്ട്, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇതിൽ തന്നെ 9 തിരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പം ഉത്തമകൽപ്പത്തെ 2 വിധമാണ് ഉത്തമകൽപ്പം ഉള്ളത്, മധ്യമകൽപ്പം 4 വിധത്തിലാണുള്ളത്. അപ്പൊ ഇതിനെല്ലാം ആഡ് ചെയ്തിട്ടാണ് 9 എന്ത് ചെയ്യുന്നത്, ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഉത്തമം എന്ന് പറയുന്നതിൽ ഭാഷയ്ക്കും രസത്തിനുമാണ് പ്രാധാന്യം. അധമം എന്ന് പറയുന്നതിൽ ഭാഷയും രസവും കുറവായിട്ട് കാണുന്ന മണിപ്രവാളത്തെയാണ് അധമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അധമത്തില് ഭാഷയും രസവും കുറവായിട്ടുള്ള മണിപ്രവാളം. ഉത്തമകൽപ്പത്തില് രസത്തിന് പ്രാധാന്യവും ഭാഷയും സംസ്കൃതവും തുല്യമായിട്ട് വരുന്നതിനെയും ഉത്തമകൽപ്പത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മധ്യമത്തില് ഭാഷാ സംസ്കൃത പദങ്ങൾക്കും രസവാച്യങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് ഉള്ളത്. മധ്യമകൽപ്പത്തിലോ ഭാഷയും സംസ്കൃതവും സമമായും രസത്തേക്കാൾ വാച്യത്തിനാണ് മധ്യമകൽപ്പത്തിൽ പ്രാധാന്യമുള്ളത്. ഭാഷ ഏറിയിരിക്കും, അതിൽ രസം കുറഞ്ഞിരിക്കും. രസമേറിയും ഭാഷ കുറഞ്ഞും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള രീതിക്കും ഇതിൽ കാണുന്നുണ്ട്. ലീലാതിലകക്കാരന്റെ ലക്ഷണം യോജിക്കുന്നത് ചന്ദ്രോത്സവം വരെയുള്ള കൃതികൾക്ക് മാത്രമാണ്. മണിപ്രവാളത്തിന്റെ ലക്ഷണം ലീലാതിലകത്തിൽ നൽകിയിരിക്കുന്നതും അപ്പം ചന്ദ്രോത്സവം വരെയുള്ള കൃതികളിൽ മാത്രമാണ് ആ ലക്ഷണത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള കൃതികൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ചന്ദ്രോത്സവം മുതൽ ഇങ്ങോട്ട് അതിന് ഭാഷാപരമായിട്ടുള്ള വ്യത്യാസങ്ങളും അല്ലെങ്കിൽ അതിന്റെ അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി എന്നാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. അപ്പൊ മണിപ്രവാളത്തിന് വഴിയൊരുക്കിയതില് ഏറ്റവും പ്രധാനപ്പെട്ട 2 കലാരൂപങ്ങളാണ് കൂത്തും കൂടിയാട്ടവും. ക്ഷേത്ര കലാരൂപങ്ങളാണ് കൂത്തും കൂടിയാട്ടവും. മണിപ്രവാളത്തിന് വഴിയൊരുക്കി. കൂത്ത്, പാഠകം, കൂടിയാട്ടം എന്നിവ ക്ഷേത്ര കലാരൂപങ്ങളാണ്. ഇപ്പോഴും ഓരോ ക്ഷേത്രങ്ങളുമായിട്ട് അനുബന്ധിച്ച് ഈ കലാരൂപങ്ങളെല്ലാം കാണപ്പെടുന്നുണ്ട്. അപ്പം മണിപ്രവാളത്തിന് വഴിയൊരുക്കിയതില് കൂത്ത്, പാഠകം, കൂടിയാട്ടം തുടങ്ങിയവയ്ക്കെല്ലാം തന്നെ പ്രാധാന്യം ഏറെയാണ്. ഈ കലകള് കേരളത്തില് പ്രചരിക്കുന്നത് പെരുമാൾ വാഴ്ച കാലത്താണ്. ഈ കലകൾ കൂത്ത്, കൂടിയാട്ടം, പാഠകം തുടങ്ങിയ കലകളെല്ലാം കേരളത്തിലെ പെരുമാൾ വാഴ്ച കാലത്താണ് പ്രചരിച്ചിട്ടുള്ളത്. ഇത് അവതരിപ്പിക്കുന്നത് ആരാണ്? ചാക്യാർമാരാണ് ഇത് അവതരിപ്പിക്കുന്നത്. കൂത്തമ്പലങ്ങളായിരുന്നു വേദികൾ. നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കത് കാണാനായിട്ട് പറ്റില്ല. ഞാനിവിടെ സ്ക്രീനിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വോയിസിന്റെ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ആരെങ്കിലും ഒരാളൊന്ന് പറയാൻ ശ്രദ്ധിക്കുക. തുടരുകയാണ്. കേരളത്തിലെ പെരുമാൾ വാഴ്ചക്കാലത്ത് പ്രചരിച്ച കലകൾ കൂത്ത്, കൂടിയാട്ടം, മണിപ്രവാളം. ഇത് അവതരിപ്പിക്കുന്നത് ചാക്യാർമാര്. വേദി കൂത്തമ്പലങ്ങളാണ്. ചാടുക, ഓടുക എന്നെല്ലാം അർത്ഥം വരുന്ന കൂർധ എന്ന് പറയുന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് കൂത്ത് ഉദ്ഭവിച്ചത് എന്നാരാണ് പറഞ്ഞത്? KN എഴുത്തച്ഛൻ. ചാടുക, ഓടുക എന്നർത്ഥം വരുന്ന കൂർധ എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് കൂത്ത് ഉദ്ഭവിച്ചത്. KN എഴുത്തച്ഛൻ. ഇത്തരത്തിലുള്ള ആര് എന്ത് പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് ലീലാവതി ടീച്ചറുടെയും KN എഴുത്തച്ഛന്റെ ആയാലും മറ്റ് ആരുടെ ആയാലും ഇത്തരത്തിലുള്ള വാക്കുകൾ ഓരോ നെറ്റ് എക്സാമിന്റെ നമ്മുടെ മലയാളം പേപ്പറിലും മണിപ്രവാളത്തേക്ക് സംബന്ധിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇത് നോട്ട് ചെയ്ത് വെക്കുക. KN എഴുത്തച്ഛൻ പറഞ്ഞതാണ് ചാടുക, ഓടുക എന്നർത്ഥമുള്ള കൂർധ എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് കൂത്ത് ഉദ്ഭവിച്ചത്. ഇനി ഇത് അവതരിപ്പിക്കുന്ന നൃത്തകാരനെ കൂത്തൻ എന്നും പറയുന്നുണ്ട്. അവതരിപ്പിക്കുന്ന നൃത്തകാരിയെ എന്തു പറയുന്നു? ചാക്യാർ കൂത്ത്. അവതരിപ്പിക്കുന്ന നൃത്തകാരനെ കൂത്തൻ എന്നും അവതരിപ്പിക്കുന്ന സ്ത്രീയെ പറയുന്നതാണ്, അല്ലെങ്കിൽ നൃത്തകാരിയെ പറയുന്നതാണ് കൂത്തച്ചിമാർ. കൂത്തിനെ അനുകരിച്ച് ഉണ്ടായിട്ടുള്ളതാണ് പാഠകം. കൂത്തിനെ അനുകരിച്ച് അതിന്റെ പുറകിൽ വന്നതാണ് പാഠകം. ചാക്യാർമാരുടെ സംസ്കൃത നാടക അഭിനയമാണ് എന്ത്? കൂടിയാട്ടം. കൂടിയാട്ടം എന്ന് പറയുന്നത് ചാക്യാർമാരുടെ സംസ്കൃത നാടക അഭിനയമാണ് കൂടിയാട്ടം. കൂടിയാട്ടം എന്ന പേരിൽ തന്നെ ഉണ്ട് എങ്ങനെയാണ്? കൂടിച്ചേർന്ന് ആടുക, കൂടിയാടുക, ഒരുമിച്ച് ചേർന്ന്
അഭിനയിക്കുക എന്നർത്ഥമാണ് കൂടിയാട്ടം. എന്നാൽ കൂത്ത് എന്താണ്? കൂത്ത് എന്ന് പറയുന്നത് ഏകാഭിനയമാണ്. ഇവിടെ കൂടിയാടുന്ന ഒരുമിച്ച് കൂട്ടത്തെയാണ് കൂടിയാട്ടം റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ കൂത്തിൽ വരുന്നത് ഏകാഭിനയമാണ്. ഇവിടെ പുരുഷവേഷം ചാക്യാർമാരും സ്ത്രീ വേഷം നങ്ങ്യാർമാരും. ഇത് ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചാക്യാർ കൂത്തൊക്കെ ഏകദേശം എല്ലാവരും കണ്ടിട്ടുള്ളതുമാണ്. അപ്പം ഇതിൽ പ്രധാനമായിട്ടുള്ള വാദ്യങ്ങൾ വരുന്നത് മിഴാവ്, ഇടയ്ക്ക, കുറുങ്കുഴൽ, ശംഖ്, കുഴിത്താളം എന്നിവയാണ് വാദ്യങ്ങൾ. ഇമ്പോർട്ടന്റ് ആണ്. ഈ കലാരൂപങ്ങൾക്ക് ഏതെല്ലാം വാദ്യങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മിഴാവ്, ഇടയ്ക്ക, കുറുങ്കുഴൽ, ശംഖ്, കുഴിത്താളം എന്നിവയാണ് വാദ്യങ്ങൾ. ഇതിന്റെ ഓർഡർ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ ആയിരിക്കും നമുക്ക് തരിക. അതിൽ ഏതാണ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എഴുതേണ്ടി വരും. ഇത് ആദ്യമായിട്ട് എക്സാം എഴുതാത്ത കുട്ടികൾക്ക് വേണ്ടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാതെ പരിചയമുള്ളവർക്ക് അറിയുമായിരിക്കും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് അറിയുമായിരിക്കും. ഒരു എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു പരിചയം കിട്ടും. അപ്പൊ മിഴാവ്, ഇടയ്ക്ക, കുറുങ്കുഴൽ, ശംഖ്, കുഴിത്താളം എന്നിവയാണ് ഇവിടെ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ. കൂടിയാട്ടത്തില് വിദൂഷകനായിട്ട് വേഷം കെട്ടിയ ആളാണ് തോലൻ. തോലൻ എന്ന് പറയുന്ന കുലശേഖരവർമ്മയുടെ സദസ്യനാണ് തോലൻ. പിന്നീട് ആട്ടപ്രകാരം ക്രമദീപിക, കൂടിയാട്ട അഭിനയ വിധവും കഥാപാത്ര വേഷങ്ങളെയും പറയുന്നുണ്ട്. ആട്ടപ്രകാരത്തിലും ക്രമദീപികയിലും കൂടിയാട്ടത്തിന്റെ അഭിനയ വിധവും കഥാപാത്ര വേഷങ്ങളെയും കുറിച്ച് പറയുന്നതാണ് ആട്ടപ്രകാരം ക്രമദീപിക. ഇതും ഒരു പ്രാവശ്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതോ ഒരു വർഷം ഞാൻ എഴുതിയ നെറ്റ് എക്സാമിന് ഇത് ചോദിച്ചിട്ടുണ്ട്. രണ്ടാം കുലശേഖര സാമ്രാജ്യകാലം കൂടിയാട്ടത്തിന്റെ വികാസകാലമാണ്. കൂടിയാട്ടത്തിന്റെ വികാസകാലം രണ്ടാം കുലശേഖര സാമ്രാജ്യ കാലത്താണ് കൂടിയാട്ടത്തിന്റെ വികാസകാലം എന്ന് പറയപ്പെടുന്നത്. മലയാളത്തിന്റെ ആദ്യത്തെ ഫലിത സാഹിത്യകാരൻ ആരാണ്? തോലനാണ്. മലയാളത്തിലെ ആദ്യത്തെ ഫലിത സാഹിത്യകാരൻ തോലനാണ്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിനെ അനുസരിച്ച് നീലകണ്ഠൻ നമ്പൂതിരിയാണ് തോലൻ എന്ന് ആര് പറഞ്ഞു? നീലകണ്ഠൻ നമ്പൂതിരിയാണ് തോലൻ എന്ന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പറയുന്നു. കുലശേഖര പെരുമാളെ നായകനാക്കി തോലൻ രചിച്ച കാവ്യമാണ് മഹോദയപുരീശ ചരിതം. കുലശേഖര പെരുമാളെ നായകനാക്കിക്കൊണ്ട് തോലൻ രചിച്ച കാവ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തത് നമ്മൾ വൈശിക തന്ത്രത്തിലേക്ക് കടക്കുന്നു. വൈശിക തന്ത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായിട്ടുള്ള മണിപ്രവാള കാവ്യമാണ് വൈശിക തന്ത്രം. ഏറ്റവും പ്രാചീനമായിട്ടുള്ള മണിപ്രവാള കാവ്യമാണ് വൈശിക തന്ത്രം കണ്ടുകിട്ടിയതിൽ വെച്ച്. അപ്പം വൈശിക തന്ത്രത്തിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഖണികാവൃത്തിയെ പ്രതിപാദിക്കുന്നു. ഖണികാവൃത്തിയെയാണ് വൈശിക തന്ത്രത്തിന്റെ പ്രതിപാദ്യ വിഷയം. വേശ്യാ സമ്പ്രദായവും അതോടൊപ്പം ജീവിത വീക്ഷണവും ഇതില് എന്ത് ചെയ്യുന്നുണ്ട്? വൈശിക തന്ത്രത്തിൽ വിവരിക്കുന്നുണ്ട്. ക്രിസ്തുവർഷം 11-ാം നൂറ്റാണ്ടിന്റെ മുൻപാണ് ഇതിന്റെ രചനാകാലം. വൈശിക തന്ത്രത്തിന്റെ രചനാകാലം വരുന്നത് ക്രിസ്തുവർഷം 11-ാം നൂറ്റാണ്ടിന് മുൻപാണ് ഇതിന്റെ രചനാകാലം എന്ന് ഉള്ളൂരാണ് അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഇളംകുളത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ്? 13-ാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധമാണ്. 11-ാം നൂറ്റാണ്ടിന് മുൻപാണ് രചനാകാലം എന്ന് ഉള്ളൂര് പറയുമ്പോൾ 13-ാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധമാണ് ഇതിന്റെ രചനാകാലം എന്ന് പറയുന്നത് ആരാണ്? ഇളംകുളം. ഇതില് 260-ൽ പരം ശ്ലോകങ്ങളാണ് ഉള്ളത്. അമ്മ മകൾക്ക് വേശ്യാവൃത്തി ഉപദേശിച്ചു നൽകുന്ന രീതിയിലാണ് എന്തിന്റെ രചന? ഇതില് വൈശിക തന്ത്രത്തിന്റെ രചന പോകുന്നത് അമ്മ മകൾക്ക് വേശ്യാവൃത്തി ഉപദേശിച്ചു നൽകുന്ന രീതിയിൽ. 260-ൽ പരം ശ്ലോകങ്ങളും വൈശിക തന്ത്രത്തിൽ ഉണ്ട്. പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് അടുത്തത് കാണുന്നത്. അനഘസേനയാണ് ഇതിലെ നായിക. വൈശിക തന്ത്രത്തിലെ നായിക അനഘസേന. ഓർത്തു വെക്കുക, അനഘസേനയാണ് വൈശിക തന്ത്രത്തിലെ നായിക. വൈശിക സേന, അതായത് നമ്മൾ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കണമെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ എന്ത് ചെയ്യാം? ക്രോഡീകരിക്കാം. അതിപ്പോ നമുക്ക് മറ്റൊരാളോട് പറയേണ്ട കാര്യം അങ്ങനെ ഒന്നുമില്ലല്ലോ. അപ്പം ചെറിയ കോഡ് ഭാഷകളിലൂടെ ആയാലും നമുക്ക് എങ്ങനെ ആ ഉത്തരത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യണം? മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ വൈശിക തന്ത്രത്തിലെ നായിക അനഘസേന. അത് എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വായിക്കാം അതിനെ?
വൈശിക സേന, അനംഘസേന, വൈശിക തന്ത്രം. അപ്പൊ വൈശിക സേന ഇത് കണ്ടെടുത്ത് പ്രസിദ്ധപ്പെടുത്തിയത് ആരാണ്? ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. വൈശിക തന്ത്രത്തെ കണ്ടെടുത്ത് പ്രസിദ്ധപ്പെടുത്തിയത് ആറ്റൂർ കൃഷ്ണപിഷാരടി. അടുത്തൊരു സവിശേഷത വൈശിക തന്ത്രത്തിന്റെ അങ്ങാടി വർണ്ണന ഇല്ലാത്ത ഏക മണിപ്രവാള കാവ്യമാണ് വൈശിക തന്ത്രം. ഈ വൈശിക തന്ത്രത്തെ വേശ്യോപനിഷത്ത് എന്ന് വിളിച്ചതാരാണ്? എൻ കൃഷ്ണപിള്ള. എൻ കൃഷ്ണപിള്ളയാണ് വേശ്യോപനിഷത്ത് എന്ന് വൈശിക തന്ത്രത്തെ വിശേഷിപ്പിച്ചത്. അക്ലിഷ്ടമായ രചനാശൈലിയും ഉക്തി വൈചിത്ര്യം പുഷ്പിക്കുന്ന കൽപ്പനാശക്തിയും ഭോഗാത്മക ശൃംഗാരത്തിന്റെയും സൃഷ്ടിയാണ് വൈശിക തന്ത്രം. ലീലാവതി. ലീലാവതി ടീച്ചർ ആകുമ്പോൾ ഇത്തരത്തിലുള്ള കടുകട്ടിയായിട്ടുള്ള വാക്കുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ലീലാവതി ടീച്ചർ പറഞ്ഞ വാക്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് കല്ലിനെ പെരിയ കായലാക്കലാം, കായലിനെ പെരിയ കല്ലുമാക്കലാം. വൈശിക തന്ത്രത്തില് വരികളാണ്. കല്ലും കായലും എവിടെയാണ് വരുന്നത്? വൈശിക തന്ത്രത്തിലാണ് കല്ലും കായലും വരുന്നത്. കല്ലിനെ പെരിയ കായലാക്കലാം, കായലിനെ പെരിയ കല്ലുമാക്കലാം. വൈശിക തന്ത്രത്തിലാണ് വരുന്നത്. വരികൾ ചോദിച്ചിട്ട് ഏതിലാണ് ഉൾപ്പെടുന്നത്, ഏതിലാണെന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വരികളും നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പം ഇതല്ലാതെ തന്നെ ഒരുപാട് വരികൾ ഇപ്പൊ ഈ വൈശിക തന്ത്രത്തിലായാലും ഏതിലായാലും ഒരുപാട് വരികൾ വരുന്നുണ്ട്. അച്ചീചരിതങ്ങളിലൊക്കെ വരികൾ എടുത്തിട്ട് ഏതിലെയാണെന്ന് ചോദ്യങ്ങൾ നിത്യേന ചോദിക്കുന്നതാണ്. അപ്പം ഈ വരികളെല്ലാം സെപ്പറേറ്റ് നമ്മൾ എഴുതി വെച്ച് അതിന് ഒറ്റയടിക്ക് നമുക്ക് ആ വരികൾ മാത്രം കാണുന്ന വിധത്തിൽ വായിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നമുക്കത് ഓർമ്മയിൽ നിൽക്കും. അപ്പം വൈശിക തന്ത്രത്തിലെ വരികളാണ് ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കല്ലിനെ പെരിയ കായലാക്കലാം, കായലിനെ പെരിയ കല്ലുമാക്കലാം. ഗണികാവൃത്തി സാഹിത്യത്തിന്റെ തുടക്കം കുറിച്ചതാരാണ്? ദാമോദര ഗുപ്തനാണ്. അദ്ദേഹത്തിന്റെ കുട്ടനീ മതം എന്ന സംസ്കൃത കാവ്യത്തിലൂടെയാണ് ഇതിന് ആരംഭം കുറിച്ചത്. കുട്ടനീ മതം, ദാമോദര ഗുപ്തൻ. ദാമോദര ഗുപ്തന്റെ കുട്ടനീ മതം. ദേവദാസി സമ്പ്രദായത്തിന്റെ പരിണിത ഫലമാണ് എന്ത്? ഗണിക സാഹിത്യം. ദേവദാസി സമ്പ്രദായത്തിന്റെ പരിണിത ഫലമാണ് ഗണിക സാഹിത്യം. അടുത്തത് നമ്മൾ ചമ്പുക്കളിലേക്ക് കടക്കുകയാണ്. നേരത്തെ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എന്താണ്, മണിപ്രവാള കൃതികളിലെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് ചമ്പുക്കളും സന്ദേശകാവ്യങ്ങളും. അതിൽ ചമ്പുക്കളിലേക്ക് കടക്കുമ്പോൾ 11ാം ശതകത്തിലാണ് സംസ്കൃതത്തിൽ എന്ത്? ചമ്പുക്കളുടെ ആവിർഭാവം. പഞ്ചതന്ത്രങ്ങളിൽ നിന്നാണ് ചമ്പുക്കളുടെ ഉൽപ്പത്തി എന്നാണ് പറയപ്പെടുന്നത്. നളചമ്പു ആണ് ആദ്യമുണ്ടായിട്ടുള്ള ചമ്പു കാവ്യം. നളചമ്പു ആണ് ആദ്യമുണ്ടായ ചമ്പു കാവ്യം. സാഹിത്യ ദർപ്പണത്തിലാണ് ചമ്പുവിന് ലക്ഷണം പറഞ്ഞിരിക്കുന്നത്. ചമ്പുവിന്റെ ലക്ഷണം സാഹിത്യ ദർപ്പണത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഗദ്യപദ്യാത്മകം കാവ്യം ചമ്പു. ചമ്പുവിന്റെ ലക്ഷണമാണ് ഗദ്യപദ്യാത്മകം കാവ്യം ചമ്പു. സാഹിത്യ ദർപ്പണത്തിലാണ് ചമ്പുവിന് ലക്ഷണം പറഞ്ഞിരിക്കുന്നത്. ചമ്പു കാവ്യം ആരംഭിക്കുന്നത് എങ്ങനെ? വന്ദന ശ്ലോകത്തോടുകൂടി ചമ്പു കാവ്യം ആരംഭിക്കുകയും ഭരതവാക്യത്തോടുകൂടി ചമ്പു കാവ്യം അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. സാഹിത്യം പദ്യത്തിൽ നിന്ന് ഗദ്യത്തിലേക്ക് വികസിക്കുന്ന ഒരു വഴിത്തിരിവാണ് ചമ്പുക്കൾ. സാഹിത്യത്തിന്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത് പദ്യത്തിൽ നിന്നും ഗദ്യത്തിലേക്ക് വികസിക്കുന്ന ആ ഒരു വഴിത്തിരിവിലാണ് ചമ്പുക്കളുടെ ഒരു കാലഘട്ടം. അടുത്തത് ഉണ്ണിയച്ചി ചരിതമാണ്. മലയാളത്തിലുണ്ടായ ആദ്യത്തെ ചമ്പു കാവ്യമാണ് എന്ത്? ഉണ്ണിയച്ചി ചരിതം. 1275 മുൻപാണ് ഇതിന്റെ രചന എന്നാണ് ഇളംകുളം അഭിപ്രായപ്പെടുന്നത്. അഭിപ്രായങ്ങൾ ഒരുപാട് വന്നു കഴിഞ്ഞു. അതെല്ലാം നോട്ട് ചെയ്ത് എന്ത് ചെയ്യണം? എങ്ങനെയാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ വിധത്തിൽ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഗന്ധർവൻ ഉണ്ണിയച്ചിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ കണ്ട അങ്ങാടി വർണ്ണന. ഉണ്ണിയച്ചി ചരിതം എന്ന് പറയുന്നത് എന്താ? അങ്ങാടി വർണ്ണന. ഗന്ധർവൻ ഉണ്ണിയച്ചിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ കണ്ട അങ്ങാടി വർണ്ണന. അപ്പൊ ഇതിൽ അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഓരോ ഇതിലും ഉണ്ണി അച്ചിയിലാണെങ്കിലും ഉണ്ണി ചിരുദേവിയിലാണെങ്കിലും ഉണ്ണി ആടിയിലായാലും ഓരോ സ്ഥലകാല വർണ്ണനകൾ അങ്ങാടി വർണ്ണന പോലെ ഈ ഓരോ സ്ഥലത്തെയും വർണ്ണിക്കുന്നുണ്ട്. ആ സ്ഥലങ്ങളെ ചിലപ്പം എടുത്തുകൊണ്ടായിരിക്കും. ഇവിടെ ഉദാഹരണത്തിന് ഇപ്പൊ ഇവിടെ തന്നെ പറയുന്നുണ്ട് തിരുനെല്ലി ക്ഷേത്രം അല്ലെങ്കിൽ തിരുമരുതൂർ ശിവക്ഷേത്രം. അപ്പൊ ഇതിനെയെല്ലാം എന്തിൽ വർണ്ണിക്കുന്നുണ്ട്? ഉണ്ണി അച്ചി ചരിതത്തിലാണ് വർണ്ണിക്കുന്നത്. അപ്പം തിരുനെല്ലി ക്ഷേത്രത്തെ കുറിച്ചുള്ള പരാമർശം ഏതിലാണ് എന്ന് ചോദിക്കാം. നമുക്കത് ഉടനടി കിട്ടണം. ഉണ്ണി
അച്ചിയിലാണ് എന്നുള്ളത് കിട്ടണം. അപ്പം അതിനനുസരിച്ച് എന്ത് ചെയ്യണം? വായന ആ തരത്തിലേക്ക് മാറ്റാനായിട്ട് ശ്രമിക്കണം. ഇവിടെ പറയുന്നത് തിരുനെല്ലി ക്ഷേത്രം, തിരുമരുതൂർ ശിവക്ഷേത്രം എന്നിവയുടെയൊക്കെ വർണ്ണന ഉണ്ണി അച്ചി ചരിതത്തിലാണ്. അടുത്തത് പഴഞ്ചേരി ഭദ്രകാളി വർണ്ണന. തിരുനെല്ലിയും അഷ്ടമി വേലയും പരാമർശം, തിരുനെല്ലിയുടെയും അഷ്ടമി വേലയുടെയും പരാമർശം ഉണ്ണിയച്ചിയിലാണ്. ഘോരസമുദ്ര വർണ്ണന, ഹോയിസാല വർണ്ണന ഇമ്പോർട്ടന്റ് ആണ്. ഘോരസമുദ്ര വർണ്ണനയും ഹോയിസാല വർണ്ണനയും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ഘോരസമുദ്ര വർണ്ണനയും ഹോയിസാല വർണ്ണനയും ഉണ്ണിയച്ചിയിലാണ് പരാമർശം. ഉണ്ണിയച്ചി ചരിതം കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് പി.കെ. നാരായണ പിള്ളയാണ്. പി.കെ. നാരായണ പിള്ളയാണ് ഇത് കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത്. മലയാളത്തിലെ ചമ്പു പ്രസ്ഥാനത്തിന്റെ മാർഗദർശിയാണ് ഉണ്ണിയച്ചി ചരിതം എന്ന് പറഞ്ഞതാരാണ്? എൻ കൃഷ്ണപിള്ള. അപ്പൊ അഭിപ്രായങ്ങൾ മുകളിൽ പി.കെ. നാരായണപിള്ള ഇത് കണ്ടെത്തി പ്രസിദ്ധീകരിച്ചു. എൻ കൃഷ്ണപിള്ള പറയുന്നത് മലയാളത്തിലെ ചമ്പു പ്രസ്ഥാനത്തിന്റെ മാർഗദർശിയാണ് ഉണ്ണിയച്ചി ചരിതം എന്ന് എൻ കൃഷ്ണപിള്ള പറയുന്നു. ഉണ്ണിയച്ചിക്ക് ശേഷം ഉണ്ണി ചിരുദേവിയിലേക്ക് നമ്മൾ കടക്കുന്നു. 13-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിലാണ് ഉണ്ണിച്ചിരുദേവി ചരിതം. ചോഗിരം ഗ്രാമക്കാരനാണ് കവി. ചോഗിരം ഗ്രാമക്കാരനാണ് കവി. അപ്പൊ ചോഗിരം ഗ്രാമക്കാരനാണ് കവി എന്ന് പറയുമ്പം ആ ഒരു ഗ്രാമത്തെ കുറിച്ചുള്ള പരാമർശം എന്താണ്? ഉണ്ണിച്ചിരുദേവി ചരിതത്തില് ഉണ്ട്. അപ്പം ചോഗിരം എന്ന് പറയുന്ന ദേശത്തെ കുറിച്ചുള്ള വർണ്ണന ഏതിലാണ്? ഉണ്ണിച്ചിരുദേവിയിലാണ്. ഉണ്ണി അച്ചിയിൽ എന്ത് വന്നു? തിരുനെല്ലി, തിരുമരുതൂർ എന്നുള്ള വർണ്ണന. ഘോരസമുദ്ര വർണ്ണന, ഹോയിസാല വർണ്ണന ഉണ്ണി അച്ചിയിലാണെങ്കിൽ ചോഗിരം ഗ്രാമ വർണ്ണന, ഗ്രാമക്കാരനാണ് കവി എന്ന് പറയുന്നത്. അപ്പൊ ചോഗിരം ഗ്രാമം വരുന്നത് ഉണ്ണി ചിരുദേവിയിലാണ്. ചോഗിരം ചിരുദേവിയിലാണ്. ഇതൊരു കാവ്യമാണെന്ന ഉള്ളൂരിന്റെ അഭിപ്രായം എന്താണ്? പൂർണ്ണമായും ശരിയല്ല എന്നാണ് ആരുടെ അഭിപ്രായം? ഇളംകുളത്തിന്റെ അഭിപ്രായം. അപ്പം ഇതൊരു ചമ്പൂകാവ്യമാണെന്ന ഉള്ളൂരിന്റെ അഭിപ്രായം പൂർണ്ണമായും ശരിയല്ല എന്ന് ഇളംകുളം പറയുന്നു. ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തെക്കുറിച്ചും ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെക്കുറിച്ചും എന്തിൽ പരാമർശമുണ്ട്? ഉണ്ണി ചിരുദേവിയിലാണ് ദക്ഷിണാമൂർത്തി ക്ഷേത്രം. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ കുറിച്ചുള്ള പരാമർശം, ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ കുറിച്ചുള്ള പരാമർശം, ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തെ കുറിച്ചുള്ള പരാമർശം, ചോഗിരം ഗ്രാമത്തെ കുറിച്ചുള്ള പരാമർശം ഇതെല്ലാം വരുന്നത് ഉണ്ണിച്ചിരുദേവിയിലാണ്. ചോഗിരം ഗ്രാമം, ദക്ഷിണാമൂർത്തി ക്ഷേത്രം, ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ. ഇനി അടുത്തത് പറയുന്നത് അനാർച്ചിറ അങ്ങാടിയുടെ പരാമർശം. അനാർച്ചിറ അങ്ങാടിയുടെ പരാമർശം ഉണ്ണിച്ചിരുദേവി ചരിതത്തിൽ ആണ്. നെക്സ്റ്റ് അമ്മാനപ്പാട്ട്, സന്ദേശപ്പാട്ട്, കുയിൽ വൃത്തം എന്നിവയും എന്തിൽ പരാമർശിക്കുന്നുണ്ട്? ഇതില് പരാമർശിക്കുന്നുണ്ട്. ആർച്ചാക്കൂത്ത് എന്ന നൃത്തവിശേഷത്തെയും സൂചിപ്പിക്കുന്നു. ആർച്ചാക്കൂത്ത് എന്ന നൃത്തവിശേഷത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. ഉണ്ണി അച്ചി ചരിതം കഴിഞ്ഞു. ഉണ്ണി ചിരുദേവിയിൽ നമ്മളിവിടെ പറഞ്ഞു ചോഗിരം, അനാർച്ചിറ അങ്ങാടിയുടെ പരാമർശം, ദക്ഷിണാമൂർത്തി ക്ഷേത്രം, ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ഇതെല്ലാം ഉണ്ണിച്ചിരുദേവി. അടുത്തത് അമ്മാനപ്പാട്ടും ഇതിൽ ഉണ്ണിച്ചിരുദേവിയിൽ തന്നെ. അമ്മാനപ്പാട്ട്, സന്ദേശപ്പാട്ട്, കുയിൽ വൃത്തം എന്നീ പരാമർശം. ആർച്ചാക്കൂത്ത് എന്ന നൃത്തവിശേഷത്തെയും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. അടുത്തത് ഉണ്ണിയാടി ചരിതം. 14-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിലാണ് ഉണ്ണിയാടി ചരിതം. ഉണ്ണിയാടി ചരിതം 14-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ. രചയിതാവാരാണ്? ദാമോദര ചാക്യാറാണ് ഉണ്ണിയാടി ചരിതത്തിന്റെ രചയിതാവ്. ദാമോദര ചാക്യാർ. ഉണ്ണിയാടി ചരിതം ദാമോദര ചാക്യാർ. ശിവവിലാസം എന്ന സംസ്കൃത കാവ്യം ഉണ്ണിയാടിയെ നായികയാക്കി രചിച്ചതാണ്. ശിവവിലാസം ഇത് എപ്പോഴും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശിവവിലാസം എന്ന സംസ്കൃത കാവ്യം ഉണ്ണിയാടിയെ നായികയാക്കി രചിച്ചിട്ടുള്ളതാണ്. ശിവവിലാസം ഉണ്ണിയാടി. കേരളവർമ്മ, ചെറുകര കുട്ടത്തി, മഹോദയപുരം, രാമവർമ്മ എന്നിവരെയും എന്തിൽ പരാമർശിക്കുന്നുണ്ട്? ഉണ്ണിയാടി ചരിതത്തിൽ പരാമർശിക്കുന്നുണ്ട്. ശിവവിലാസം എന്ന സംസ്കൃത കാവ്യം ഉണ്ണിയാടിയെ നായികയാക്കി രചിച്ചതാണ്. കേരളവർമ്മ, ചെറുകര കുട്ടത്തി, മഹോദയപുരം, രാമവർമ്മ എന്നിവരെയും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. പ്രാവിട്ട് ഞാൻ ഇപ്പം എനിക്ക് കുറച്ച് മെസ്സേജുകൾ വരുന്നുണ്ട്. ഇത് ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് ഇവിടെ ഒരു കണക്ഷൻ പോവും. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിന് ശേഷം ഞാൻ അത് നോക്കി റിപ്ലൈ തരുന്നതായിരിക്കും.
ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഗൂഗിൾ മീറ്റിന്റെ സ്ക്രീനും നോക്കുന്നില്ല, ഈ സ്ലൈഡ് മാത്രമാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുകയോ ചെയ്യുക. ചിലപ്പോൾ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതും ഷെയർ ചെയ്യാം, വിരോധമൊന്നുമില്ല. ഇനി അടുത്തത് നമ്മൾ ഉണ്ണിയാടി ചരിതം തന്നെ തുടരുകയാണ്. പ്രാവിട്ടെ എന്ന അപ്സരസിന്റെ അവതാരമായിട്ട് ഉണ്ണിയാടിയെ സങ്കല്പിക്കുന്നുണ്ട്. ഇത് കണ്ടെത്തി പ്രസിദ്ധീകരിച്ചതും പി.കെ. നാരായണപിള്ള തന്നെയാണ്. ഉണ്ണിയാടി ചരിതം കണ്ടെത്തി പ്രസിദ്ധീകരിച്ചതും പി.കെ. നാരായണപിള്ള തന്നെയാണ്. അടുത്തത് ഉണ്ണിയാടി ചരിതത്തിലുള്ള പരാമർശങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം, നോട്ട് ചെയ്യണം. ഇപ്പം ഈ പറഞ്ഞ എല്ലാത്തിലും ഉണ്ണിയാടിയിലായാലും ഉണ്ണിയച്ചി ചരിതത്തിലായാലും ഉണ്ണിച്ചിരുദേവിയിലായാലും സ്ഥലങ്ങളുടെ പേര് ഞാൻ പറഞ്ഞു, അതിലുള്ള പരാമർശങ്ങളുടെ പേര് ഞാൻ പറഞ്ഞു. സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് എഴുതി വെച്ച് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഉണ്ണിയാടി ചരിതത്തിലെ എന്തിന്റെ എല്ലാം പരാമർശമാണ് ഉള്ളത്? കണ്ടിയൂർ ശിവക്ഷേത്രത്തെക്കുറിച്ച്, കണ്ടിയൂർ ശിവക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശം ഉണ്ണിയാടിയിലാണ്. കണ്ടിയൂർ ശിവക്ഷേത്രം, ശ്രീപർവ്വതം എന്ന അങ്ങാടി, പെരുമ്പടപ്പ് സ്വരൂപം, തിരുവഞ്ചിക്കുളം ക്ഷേത്രം, തുലുക്കക്കാശ് എന്നിവയുടെ പരാമർശം. തുലുക്കക്കാശ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. തുലുക്കക്കാശ് ഉണ്ണിയാടിയിലാണ്. ഉണ്ണിയാടിയിലാണ് തുലുക്കക്കാശ്. തുലുക്കയാടി, ഉണ്ണിയാടി, തുലുക്കക്കാശ് ഉണ്ണിയാടിയിലാണ് എന്നിവയുടെ പരാമർശം. കണ്ടിയൂർ ശിവക്ഷേത്രം, ശ്രീപർവ്വതം എന്ന അങ്ങാടി, പെരുമ്പടപ്പ് സ്വരൂപം, തിരുവഞ്ചിക്കുളം ക്ഷേത്രം, തുലുക്കക്കാശ് എന്നിവയുടെ പരാമർശം ഉണ്ണിയാടി ചരിതത്തിലാണ്. ഉണ്ണിയാടി ചരിതത്തിലാണ്. ഇനി അടുത്തത് ലഘു മണിപ്രവാള കൃതികൾ. ഇതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ലഘു മണിപ്രവാള കൃതികളിലേക്ക് നമ്മൾ അടുത്തതായിട്ട് പ്രവേശിക്കുന്നു. ചെറിയച്ചി, മല്ലിനി നിലാവ്, ഉത്തരാചന്ദ്രിക, കൗണോത്തര, മേദിനി വെണ്ണിലാവ്, ഇട്ടിയച്ചി, ഭാണകേളി എന്നിവയെല്ലാം ലഘു മണിപ്രവാള കൃതികളാണ്. ഇതിന്റെയും പ്രധാനപ്പെട്ട ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് എന്താണ്? ഗണികാവർണ്ണന പ്രധാനമാണ്. ലഘു മണിപ്രവാള കൃതികളിലും ഗണികാവർണ്ണന പ്രധാനമാണ്. ദേവരാജ സ്തുതിപരമായിട്ടുള്ള സ്തോത്രങ്ങളെയും എന്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ലഘു മണിപ്രവാള കൃതികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ ലഘു മണിപ്രവാള കൃതി ചെറിയച്ചിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലീലാതിലകത്തിന് മുൻപുണ്ടായിട്ടുള്ള കൃതിയാണ് ഇത് എന്ന് പറയപ്പെടുന്നുണ്ട്. 27 ശ്ലോകങ്ങളാണ് ചെറിയച്ചിയിൽ ഉള്ളത്. ചെറിയച്ചിയുടെ കാമുകൻ എന്താണ്? ചന്ദ്രോദയത്തിൽ ഉണ്ടായിട്ടുള്ള ദുഃഖമാണ് ഇതിന്റെ ഒരു പരാമർശം, ചെറിയച്ചിയിലുള്ള പരാമർശം. ഉദയപുരത്തെ അച്ചിയുടെ പുത്രി നായികയായ കാവ്യവും ചെറിയച്ചിയാണ്. ഉദയപുരത്തെ അച്ചിയുടെ പുത്രി നായികയായിട്ടുള്ള കാവ്യം ചെറിയച്ചിയാണ്. അടുത്തത് മല്ലിനി നിലാവ്. 9 പദ്യങ്ങളാണ് ഇതിലുള്ളത്. സന്ധ്യയുടെ ആഗമനം നായികയെ അറിയിക്കുന്നതാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഉത്തരാചന്ദ്രിക അടുത്തത്. 11 പദ്യങ്ങളാണ് ഉത്തരാചന്ദ്രികയില്. രാമനാണ് ഇതിലെ കവി. ഓടനാട് രാജ്യത്തെ ചിറവ ഇല്ലത്തെ സുന്ദരിയെ വർണ്ണിക്കുന്നു ഉത്തരാചന്ദ്രികയിൽ. ഓടനാട് രാജ്യത്തെ ചിറവ ഇല്ലത്തെ സുന്ദരിയെ വർണ്ണിക്കുന്നതാണ് ഉത്തരാചന്ദ്രിക. അടുത്തതും ഈ ലഘു മണിപ്രവാള കാവ്യങ്ങൾ തന്നെയാണ് ഞാൻ മുകളിലേക്ക് കൊടുത്തിരിക്കുന്നത്. കൗണോത്തര, ഇളയച്ചി, ഇട്ടിയച്ചി, കടാക്ഷ ദശകം, മേദിനി, വെണ്ണിലാവൊക്കെ ലഘു മണിപ്രവാള കൃതികൾ തന്നെയാണ്. ചന്ദ്രോത്സവം ഇമ്പോർട്ടന്റ് ആണ്. ചന്ദ്രോത്സവം അത്യാവശ്യം വായിച്ചു വെക്കേണ്ടതാണ്. ശൃംഗാര കാവ്യമാണ് ചന്ദ്രോത്സവം. ക്രിസ്തുവർഷം 1500 ഇതിന്റെ രചന. ഗ്രന്ഥാരംഭത്തിലെ തന്നെ അരിയല്ലൂർ ഭഗവതിയെ വാഴ്ത്തിക്കൊണ്ടാണ് ചന്ദ്രോത്സവം ആരംഭിക്കുന്നത്. അരിയല്ലൂർ ഭഗവതിയെ വാഴ്ത്തിക്കൊണ്ട് ഗ്രന്ഥാരംഭം, ചന്ദ്രോത്സവം എന്ത് ചെയ്യുന്നു? ആരംഭിക്കുന്നു. മേദിനി വെണ്ണിലാവ് ഇമ്പോർട്ടന്റ്. മേദിനി വെണ്ണിലാവാണ് ചന്ദ്രോത്സവം. അങ്ങനെയാണെങ്കിൽ വൈശികതന്ത്രത്തിലെ നായിക ആരാണ്? വൈശികതന്ത്രം ആരാണ്? വൈശികതന്ത്രത്തിലെ അനഘസേന. അനഘസേനയാണ് വൈശികതന്ത്രം. ഇപ്പൊ ഇവിടെ വരുമ്പോൾ മേദിനി വെണ്ണിലാവ് ചന്ദ്രോത്സവം ഏകദേശം എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. മേദിനി വെണ്ണിലാവ് ചന്ദ്രോത്സവം 5 ഭാഗങ്ങളാണ് ഇതിനുള്ളത്. ചിറ്റിലപ്പള്ളി ഗ്രാമം പ്രമേയമായി വരുന്നത് ചന്ദ്രോത്സവം. ചന്ദ്രോത്സവത്തിലാണ് ചിറ്റിലപ്പള്ളി. ചന്ദ്രോത്സവം ചിറ്റിലപ്പള്ളി ഗ്രാമം
പ്രമേയമായി ഗ്രാമത്തോട് കൂറുള്ളവനാണ് കവി. പന്നിയൂർ ഗ്രാമത്തോട് കൂറുള്ളവനാണ് കവി. ചിറ്റിലപ്പള്ളി ഗ്രാമം ആലോചിക്കണം, പന്നിയൂർ ഗ്രാമം ആലോചിക്കണം, മേദിനി വെണ്ണിലാവിനെ ആലോചിക്കണം. ഇതൊക്കെയാണ് ചന്ദ്രോത്സവത്തിലെ പ്രധാനമായിട്ടും വരുന്നത്. പന്നിയൂർ ഗ്രാമത്തോട് കൂറുള്ളവനാണ് കവി. മേദിനി വെണ്ണിലാവ് എന്ന ഖണിക ചന്ദ്രോത്സവം നടത്തുന്നതാണ് എന്തിന്റെ പ്രമേയം? ചന്ദ്രോത്സവത്തിന്റെ പ്രമേയം. മേദിനി വെണ്ണിലാവ് എന്ന ഖണിക ചന്ദ്രോത്സവം നടത്തുന്നു. ഓടനാട് വേശ്യകൾ, കണ്ടിയൂർ തണ്ടിമൊഴിമാർ, മതിലകം മാനേമാർ, പാലയൂർ തേവിടിശികൾ എന്നീ വേശ്യ വിഭാഗങ്ങളെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഈ വേശ്യ വിഭാഗങ്ങളെ എല്ലാം ചന്ദ്രോത്സവത്തിൽ പരാമർശിക്കുന്നു. ചന്ദ്രോത്സവത്തിന്റെ രക്ഷാധികാരി എന്ന് പറയുന്നത് ക്ഷമാപാലൻ. ചന്ദ്രോത്സവത്തിന്റെ രക്ഷാധികാരി ക്ഷമാപാലൻ. അപ്പം ചന്ദ്രോത്സവത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് മേദിനി വെണ്ണിലാവാണ്. നായിക മേദിനി വെണ്ണിലാവ്. 5 ഭാഗങ്ങൾ വരുന്നുണ്ട്. ചിറ്റിലപ്പള്ളി ഗ്രാമം പ്രമേയമായി വരുന്നുണ്ട്. പന്നിയൂർ ഗ്രാമം അതും പ്രധാനമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ചന്ദ്രോത്സവത്തിൽ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ചന്ദ്രോത്സവം മണിപ്രവാള കവികൾക്കും അവരെ പോറ്റി വളർത്തിയിരുന്ന ജന്മിമാർക്കും പ്രഭുക്കന്മാർക്കും ഉപഭോഗ സാധനങ്ങളിൽ വെച്ച് ഇക്കൂട്ടർ ഏറ്റവും വില കൽപ്പിച്ചിരുന്ന ഖണികമാർക്കും ചുട്ട അടിയേറ്റാലുള്ള നീറ്റൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞത് എൻ കൃഷ്ണപിള്ള. ഇത്രയും വലിയൊരു സെന്റൻസ് ഒക്കെ വരുമ്പം നമുക്കത് കംപ്ലീറ്റ് പഠിച്ചു വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ഇടയിൽ നമുക്ക് ആലോചിച്ച് വെക്കാൻ പറ്റുന്ന ഒരു വേർഡിനെ ഉറപ്പിച്ച് വെക്കുക. ചുട്ട അടി ആർക്കാണ് ഏൽക്കേണ്ടത്? എൻ കൃഷ്ണപിള്ളയ്ക്ക് നല്ല ചുട്ട അടി കൊടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? രസകരമായിട്ട് ഓരോന്നിനെയും കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ചുട്ട അടിയേറ്റാലുള്ള നീറ്റൽ ഉണ്ടായിരിക്കണം. ഗണികമാർക്കും ചുട്ട അടിയേറ്റാലുള്ള നീറ്റൽ ഉണ്ടായിരിക്കണം. എൻ കൃഷ്ണപിള്ള ചുട്ട അടി എന്നിങ്ങനെ ആലോചിച്ച് വെക്കുക. അടുത്തത് മധ്യകാല ചമ്പുക്കളിലേക്ക് വരുമ്പം പുരാണ കഥകളുടെ പുനരാഖ്യാനത്തിനാണ് മധ്യകാല ചമ്പുക്കള് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. പുരാണ കഥകളുടെ ഒരു പുനരാഖ്യാനം, അതാണ് മധ്യകാല ചമ്പുക്കൾ. സംസ്കൃത ഭാഷയുടെ പ്രകടമായിട്ടുള്ള സ്വാധീനം എന്തിൽ കാണാം? മധ്യകാല ചമ്പുക്കളിൽ സംസ്കൃത ഭാഷയുടെ പ്രകടമായിട്ടുള്ള സ്വാധീനം കാണാം. ഭോഗാലസതയ്ക്ക് പകരം ഭക്തിക്കാണ് മധ്യകാല ചമ്പുക്കളിൽ പ്രാധാന്യം. പലപ്പോഴും സംസ്കൃത ചമ്പുക്കളെയും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ അനുകരിക്കുന്നുണ്ട്. അടുത്തത് രാമായണം ചമ്പുവില് മധ്യകാല ചമ്പുക്കളിൽ ഏറ്റവും പഴക്കമുള്ള ചമ്പുവാണ് രാമായണം ചമ്പു. 20 ഭാഗങ്ങളാണ് രാമായണം ചമ്പുവിനുള്ളത്. 20 ഭാഗങ്ങളാണ്. പുരാണ കഥകളെ ഉപജീവിച്ചുണ്ടായിട്ടുള്ള ആദ്യത്തെ ചമ്പു കൂടിയാണ് രാമായണം ചമ്പു. പുനം നമ്പൂതിരിയുടെ കൃതിയാണ് രാമായണം ചമ്പു. സാമൂതിരിയുടെ സദസ്സിലുണ്ടായിരുന്ന ഭാഷാ കവിയാണ് പുനം നമ്പൂതിരി. 18 കവികളിൽ അരക്കവി ആരാണ്? പുനം നമ്പൂതിരി. ഇനി പാട്ടുപ്രസ്ഥാനത്തിന് ശേഷം ലക്ഷ്യബോധമുള്ള കവിയെ കാണുന്നത് രാമായണം ചമ്പുവിലാണ് എന്ന അഭിപ്രായം എരുമേലി. അഭിപ്രായങ്ങൾ പഠിക്കണം. പാട്ടുപ്രസ്ഥാനത്തിന് ശേഷം ലക്ഷ്യബോധമുള്ള കവിയെ കാണുന്നത് രാമായണം ചമ്പുവിലാണ് എന്ന് പറഞ്ഞതാരാണ്? എരുമേലി. അടുത്തത് ഭാരതം ചമ്പു. പുനം നമ്പൂതിരി രചയിതാവാണ് എന്നൊരു ഊഹം മാത്രമാണുള്ളത്, ഉറപ്പില്ല. 14 ഭാഗങ്ങളാണ് ഭാരതം ചമ്പുവിനുള്ളത്. അഗസ്ത്യഭട്ടന്റെ ബാലഭാരതം ഉപജീവിച്ച് എഴുതിയ ചമ്പു ഭാരതം ചമ്പു. അഗസ്ത്യഭട്ടന്റെ ബാലഭാരതം ഉപജീവിച്ച് എഴുതിയ ചമ്പുവാണ് ഭാരതം ചമ്പു. ഭീഷ്മയുദ്ധ വർണ്ണന വരുന്ന ചമ്പു ഭാരതം ചമ്പു. ഭാരതം ചമ്പു. ഭീഷ്മഭാരതം എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഭീഷ്മയുദ്ധ വർണ്ണന ഭാരതം ചമ്പു. ഭീഷ്മഭാരതം. അടുത്തത് നൈഷധം ചമ്പു. ഇത് ഏകദേശം നമ്മളെല്ലാവരും കേട്ട് പരിചയമുള്ളതാണ്. നൈഷധം ചമ്പു മഴമംഗലം നാരായണൻ നമ്പൂതിരിയുടെ കൃതിയാണ് നൈഷധം ചമ്പു. പുരാണേതര വിഷയം ഇതിവൃത്തമാക്കിയിട്ടുള്ള രാജരത്നാവലിയും കൊടിയ വിരഹം എന്നിവയും ബാണയുദ്ധം തുടങ്ങിയവയൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ മഴമംഗലത്തിന്റെ മറ്റ് കൃതികളാണ് ഇവിടെ പറഞ്ഞത്. രാജരത്നാവലിയുണ്ട്, കൊടിയ വിരഹമുണ്ട്, ബാണയുദ്ധം. ഇതെല്ലാം മഴമംഗലത്തിന്റെ കൃതികളാണ്. അപ്പം ഈ എഴുത്തുകാരുടെ അല്ലെങ്കിൽ ഈ ഒരു സാഹിത്യകാരന്മാരുടെ പേര് തന്നിട്ട് അവരുടെ കൃതികളെയും ഓർഡർ തെറ്റിയിട്ടോ അല്ലെങ്കിൽ അതിനെ കണ്ടുപിടിക്കാനുള്ള രീതിക്കും ചോദ്യങ്ങൾ
നെറ്റിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കൃതികൾ, മഴമംഗലത്തിന്റെ കൃതികൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പൊ ഇതെല്ലാം അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. നളചരിതമാണ് നൈഷധം ചമ്പുവിന്റെ കഥ. നളചരിതമാണ് നൈഷധം ചമ്പുവിന്റെ കഥ. നളചരിതം 51 അക്ഷരാളി കലിത തനുലതേ എന്ന് തുടങ്ങുന്ന ഏതിലാണ്? ഇതിലാണ്. നൈഷധം ചമ്പുവിലാണ്. 51 അക്ഷരാളി കലിത തനുലതേ ഇമ്പോർട്ടന്റ് ആണ്. മണിപ്രവാള സാഹിത്യത്തിൽ മഹിളാളി മഹസ്പദമായി വിശേഷിപ്പിച്ചത് ആരാണ്? എരുമേലി. മഹിളാളി മഹസ്പദം എരുമേലി. മണിപ്രവാള സാഹിത്യത്തെ മഹിളാളി മഹസ്പദമായി വിശേഷിപ്പിച്ചത് എരുമേലി. അടുത്തത്, മണിപ്രവാള സാഹിത്യം മധ്യകാല യൂറോപ്പിലെ ക്യൂബർഡോർ കവിതകളുമായി സാദൃശ്യം പുലർത്തുന്നുണ്ട് എന്ന് പറഞ്ഞതും എരുമേലിയാണ്. എരുമേലിയുടെ അഭിപ്രായങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഉള്ളൂരും കോളത്തേരി ശങ്കര മേനോനുമാണ് ചമ്പുക്കളെ കുറിച്ച് ആധികാരികമായി പഠനം നടത്തിയത്. ചമ്പുക്കളെ കുറിച്ച് ആധികാരികമായി പഠനം നടത്തിയത് ഉള്ളൂരും കോളത്തേരി ശങ്കര മേനോനും. ഉള്ളൂരും കോളത്തേരി ശങ്കര മേനോനും ചമ്പുക്കളെ കുറിച്ച് പഠനം നടത്തി. ആധികാരികമായി ചമ്പുക്കളെ കുറിച്ച് പഠനം നടത്തി ഉള്ളൂര്, കോളത്തേരി ശങ്കര മേനോൻ. അടുത്തത്, സന്ദേശകാവ്യങ്ങളിലേക്ക് കടക്കുന്നു. സംസ്കൃത സാഹിത്യത്തെ അധികരിച്ചാണ് നമ്മുടെ സന്ദേശകാവ്യങ്ങളുടെ ആരംഭം. ആരംഭം എങ്ങനെയാണ്? സംസ്കൃത സാഹിത്യത്തെ അനുബന്ധിച്ച് അല്ലെങ്കിൽ അതിനെ തുടർന്നുകൊണ്ടാണ് സന്ദേശകാവ്യങ്ങളുടെ ആരംഭം. ആദ്യത്തെ സന്ദേശകാവ്യം കാളിദാസന്റെ എന്താണ്? മേഘസന്ദേശം. മേഘസന്ദേശ വ്യാഖ്യാനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മേഘദൂത്, ARന്റെ മേഘദൂത് ഇമ്പോർട്ടന്റ്. ഇതിന്റെ വ്യാഖ്യാനങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഇതില്ലാത്ത, എനിക്ക് തോന്നുന്നു ഇതില്ലാത്ത നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിരളമാണെന്ന് തോന്നുന്നു. മേഘദൂത് ARന്റെ ആണ്. മേഘഛായ G ശങ്കരക്കുറിപ്പ്. ക്രോസ് ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു വ്യാഖ്യാനങ്ങള്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്, ഇമ്പോർട്ടന്റ് ആണ്. മേഘദൂത് ARന്റെ ആണ്. ARന്റെ ദൂത്, മേഘദൂത് AR. മേഘഛായ G ശങ്കരക്കുറിപ്പാണ്. മേഘഛായ G ശങ്കരക്കുറുപ്പ്. വിദ്യുല്ലത പൂർണ്ണ സരസ്വതി. വിദ്യുല്ലത പൂർണ്ണ സരസ്വതി ഇമ്പോർട്ടന്റ്. അപ്പൊ മേഘദൂത് ARന്റേതാണ്. മേഘഛായ G ശങ്കരക്കുറുപ്പിന്റേതാണ്. വിദ്യുല്ലത പൂർണ്ണ സരസ്വതിയുടേതാണ്. മേഘസന്ദേശ വ്യാഖ്യാനങ്ങളാണ് ഇത്. അടുത്തത്, കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ സന്ദേശകാവ്യം. കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ സന്ദേശകാവ്യം. കേരളത്തിൽ ഉണ്ടായ ആദ്യത്തെ സന്ദേശകാവ്യം ശുഖസന്ദേശം. ശുഖസന്ദേശം. അതിലെ നായികയാണ് ആര്? രംഗലക്ഷ്മി. അപ്പൊ ഞാൻ നേരത്തെ ചന്ദ്രോത്സവത്തിലെ നായിക പറഞ്ഞു. ചന്ദ്രോത്സവത്തിലെ നായിക ആരാണ്? ചന്ദ്രോത്സവം നായിക. ഓക്കെ, മേധിനി വെണ്ണിലാവ്. വൈശികതന്ത്രം അനഘസേന പറഞ്ഞു. ചന്ദ്രോത്സവം മേധിനി വെണ്ണിലാവ് പറഞ്ഞു. ഇവിടെ പുതിയ നായികയെ നമുക്ക് കിട്ടി. ആരാണ്? രംഗലക്ഷ്മി. ഏതിലാണ്? ശുഖസന്ദേശത്തിലെ നായിക രംഗലക്ഷ്മി. ശുഖസന്ദേശം. ഇതിന്റെ കർത്താവ് ലക്ഷ്മി ദാസനാണ്. തൃക്കണാമതിലകത്തെ രംഗലക്ഷ്മിയാണ് നായിക. തൃക്കണാമതിലകം രംഗലക്ഷ്മി. ഇതിന്റെ കർത്താവ് ശുഖസന്ദേശമാണ്. രംഗലക്ഷ്മി നായികയായിട്ട് വരുന്ന സന്ദേശകാവ്യം ശുഖസന്ദേശം. അതിന്റെ കർത്താവ് ലക്ഷ്മി ദാസൻ. മലയാളത്തിലെ പ്രാചീനമായ സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശം. ഉണ്ണുനീലി സന്ദേശം പ്രസിദ്ധീകരിച്ചത് രസികരഞ്ജിനിയിലാണ്. അടുത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം പ്രസിദ്ധീകരിച്ച ഏത് മാസികയിലാണ് എന്നുള്ള ചോദ്യങ്ങളും ചോദിക്കാം. അപ്പൊ ഈ മാസികയും അതില് ഏതൊക്കെ പ്രസിദ്ധീകരണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതും സെപ്പറേറ്റ് നോട്ട് ചെയ്ത് പഠിക്കണം. അങ്ങനെ ഇപ്പം നമുക്ക് ഒരു നോട്ട് കയ്യിൽ കിട്ടുമ്പം അതില് നമുക്കൊരു നോട്ട് ഉണ്ടാക്കാൻ സാധിക്കണം. നമുക്ക് മനസ്സിലാവുന്ന വിധത്തില് മറ്റൊരു നോട്ട് നമ്മൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കണം. ഇപ്പം എനിക്ക് എക്സാമിനൊക്കെ ഉപകരിച്ചിട്ടുള്ളത് ഈ നോട്ടുകൾക്ക് പുറമെ ഞാൻ തയ്യാറാക്കിയിട്ടുള്ള, എനിക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഞാൻ തയ്യാറാക്കിയിട്ടുള്ള നോട്ടുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതായിരിക്കും നമുക്ക് ഒന്നുകൂടെ എക്സാമിനൊക്കെ ഉപകരിക്കുക. അവസാന നിമിഷങ്ങളിലൊക്കെ ഉപകരിക്കുന്നത് അത്തരത്തിലുള്ള ഷോർട്ട് നോട്ടുകൾ ആയിരിക്കും. അപ്പം ഇവിടെ ഉണ്ണുനീലി സന്ദേശം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രസികരഞ്ജിനിയിലാണ്. 1906 പ്രസിദ്ധീകരണം. ഉണ്ണുനീലി സന്ദേശമാണ് നായികയുടെ പേരിൽ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ സന്ദേശകാവ്യം. ഒരു നായികയുടെ പേരിൽ ആദ്യമായിട്ടുണ്ടായിട്ടുള്ള സന്ദേശം ഏതാണ്? ഉണ്ണുനീലി സന്ദേശം. നായികയുടെ പേരിൽ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശമാണ്. ഇതില്
കവിയും നായകനും എന്താണ്? ഒരാൾ തന്നെയാണ്. ഉണ്ണുനീലി സന്ദേശത്തിൽ അവിടെ ആഡാക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഉണ്ണുനീലി സന്ദേശത്തിലെ കവിയും നായകനും ഒരാൾ തന്നെയാണ് എന്ന അഭിപ്രായം ഉള്ളൂരിൻ്റെതാണ്. കവിയും നായകനും ഒരാളാണ് എന്നുള്ള അഭിപ്രായം ഉള്ളൂരിൻ്റെതാണ്. ഉണ്ണുനീലി സന്ദേശം ചരിത്രദൃഷ്ടിയിലൂടെ എന്ന കൃതി ആരുടെയാണ്? ഇളംകുളം കുഞ്ഞൻപിള്ള. ഇളംകുളത്തിൻ്റെതാണ് ഉണ്ണുനീലി സന്ദേശം ചരിത്രദൃഷ്ടിയിലൂടെ എന്ന കൃതി. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. മുണ്ടയ്ക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി എന്ന് വിലയിരുത്തിയത് മാരാർ. ഹാസ്യ സാഹിത്യത്തിലാണ് മുണ്ടയ്ക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി. മാരാർ. ഇത് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവരുത്. മുണ്ടയ്ക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി, മാരാർ. ഇനി മേഘദൂതിനെ അനുകരിച്ചുകൊണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സന്ദേശ കാവ്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യത്തെ ശുഗ സന്ദേശം. ഇനി ഞാൻ പറയുന്നതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ശുചീന്ദ്രം കൈമുക്ക്. ഒരു പ്രാവശ്യമല്ല, പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് നെറ്റിന്. ഞാൻ എഴുതിയിട്ടുള്ള എക്സാമുകളിലും കണ്ടിട്ടുണ്ട്. ശുചീന്ദ്രം കൈമുക്ക് പരാമർശം ശുഗ സന്ദേശത്തിലാണ്. ശുഗം ശുചീന്ദ്രം, ശുഗം ശുചീന്ദ്രം, ശുചീന്ദ്രം കൈമുക്ക് ശുഗ സന്ദേശത്തിലാണ്. കുറത്തിപ്പാട്ട് രീതിയിലുള്ള സന്ദേശ കാവ്യമാണ് എന്ത്? ശുഗ സന്ദേശം. കുറത്തിപ്പാട്ട് രീതിയിലാണ് ഇതിന്റെ അവതരണം. ശുചീന്ദ്രം കൈമുക്ക് പരാമർശം ശുഗ സന്ദേശത്തിൽ ശുചീന്ദ്രം, ശുഗം ശുചീന്ദ്രം. തൃക്കണാമതിലകത്തെ നർത്തകിയായിട്ടുള്ള രംഗലക്ഷ്മിയാണ് നായിക. ശുഗ സന്ദേശത്തില് രംഗലക്ഷ്മിയായിട്ട് നായിക വരുന്നുണ്ട്. ശുഗ സന്ദേശത്തിലെ മുകളിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, ശുഗ സന്ദേശം നായിക രംഗലക്ഷ്മി. ഒന്നുകൂടെ ആവർത്തിക്കുന്നു. തൃക്കണാമതിലകത്തെ നർത്തകിയായ രംഗലക്ഷ്മി, ശുഗ സന്ദേശം നായിക. ചന്ദ്രോത്സവത്തിൽ മേദിനി വെണ്ണിലാവ്, ശുഗ സന്ദേശത്തിൽ രംഗലക്ഷ്മി വന്നു. പിന്നെ വൈശിക തന്ത്രത്തിൽ ആര് വന്നു? അനഘസേന വന്നു. അപ്പൊ 3 നായികമാരെ ഈ നേരം കൊണ്ട് നമ്മൾ 3 നായികമാരെ പഠിച്ചു കഴിഞ്ഞു. ഇതാരും മറക്കരുത്. വൈശിക തന്ത്രത്തിൽ അനഘസേന, ചന്ദ്രോത്സവത്തിൽ മേദിനി വെണ്ണിലാവ്, ശുഗ സന്ദേശത്തിൽ രംഗലക്ഷ്മി. ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. നിരന്തരമായിട്ട് നെറ്റിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഇത്. അങ്ങോട്ടും ക്രോസ് ചെയ്യാനായിട്ട്, തെരഞ്ഞെടുക്കാനായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇത്. കേരളത്തിലെ മണിപ്രവാള സന്ദേശ കാവ്യങ്ങൾക്ക് അടിസ്ഥാനം എന്താണ്? ശുഗ സന്ദേശമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. കേരളത്തിലെ മണിപ്രവാള സന്ദേശ കാവ്യങ്ങൾക്കെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ളതാണ് ശുഗ സന്ദേശം എന്ന് പറയുന്നു. അടുത്തത് കോകില സന്ദേശം, ചകോര സന്ദേശം, ചാതക സന്ദേശം, ഹംസ സന്ദേശം, വിപ്ര സന്ദേശം തുടങ്ങിയവയെല്ലാം അതിന്റെ എഴുതിയത് ആരാണ്, തയ്യാറാക്കിയത് ആരാണ് എന്നുള്ള പേരുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സന്ദേശ കാവ്യങ്ങളെ മാക്സിമം ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ പൂർണ്ണമല്ല എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പൊ സന്ദേശ കാവ്യങ്ങളെ കുറിച്ച് നോട്ടുകൾ കിട്ടുകയാണെങ്കിൽ അതെടുത്ത് പഠിക്കാൻ ശ്രമിക്കണം. സ്വന്തമായിട്ട് നോട്ടുകൾ തയ്യാറാക്കി പഠിക്കണം. ഞാൻ ഈ നോട്ട് ക്ലാസ്സിന് ശേഷം ഗ്രൂപ്പിലേക്ക് ഇടുന്നതായിരിക്കും. അപ്പൊ ഇതില് കോകില സന്ദേശം ഉദണ്ഡ ശാസ്ത്രികളാണ് കോകില സന്ദേശം. ചകോര സന്ദേശം പയ്യൂർ വാസുദേവ ഭട്ടതിരിയുടെ ചകോര സന്ദേശം, പയ്യൂർ വാസുദേവ ഭട്ടതിരി. ചാതക സന്ദേശം പയ്യൂർ വാസുദേവ ഭട്ടതിരിയാണ്. ഹംസ സന്ദേശം പയ്യൂർ വാസുദേവ ഭട്ടതിരിയാണ്. അപ്പൊ ഈ ഭട്ടതിരിയുടെ 3 സന്ദേശ കാവ്യങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെയാണ് വിപ്ര സന്ദേശം. സന്ദേശ കാവ്യങ്ങളുടെ പേര് കൊടുത്തിട്ട് തൊട്ടിപ്പുറത്ത് തന്നെ അത് തയ്യാറാക്കിയത് ആരാണ് എന്നും കൊടുത്ത് അതും മാച്ച് ദ ഫോളോവിങ് ഒക്കെ ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സന്ദേശ കാവ്യങ്ങളും അതിന്റെ രചയിതാക്കൾ ആരാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതും പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി സന്ദേശ കാവ്യങ്ങളുടെ ഒരു ഘടനയെ കുറിച്ച് ഇവിടെ താഴെ പറയുന്നുണ്ട്. സന്ദേശകാവ്യ ഘടന എന്ന് പറയുന്നത് കാമുകി കാമുകന്മാര് വേണം. ആ കാമുകി കാമുകന്മാരുടെ ഇടയിൽ എന്ത് വേണം? വിരഹം വേണം. ആ വിരഹത്തിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യപ്പെടുന്നു? അവിടെ സന്ദേശം അയക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് സന്ദേശകാവ്യം. സന്ദേശം അയക്കുന്നു. അതിനെന്ത് വേണം? ഒരു ദൂതനും കൂടെ വേണം. മേഘ സന്ദേശത്തിലെ മേഘത്തെയാണ് ആര് സന്ദേശവാഹകനാക്കിയിട്ടുള്ളത്? കാളിദാസൻ മേഘ സന്ദേശത്തിൽ മേഘത്തെയാണ് സന്ദേശവാഹകൻ ആക്കിയിട്ടുള്ളത്. ശുഗ സന്ദേശത്തിന് വരവർണിനി വ്യാഖ്യാനം രചിച്ചത് ധർമ്മഗുപ്തൻ. ധർമ്മഗുപ്തന്റെ വരവർണിനി. ശുഗ സന്ദേശത്തിന് വരവർണിനി എന്ന വ്യാഖ്യാനം രചിച്ചിരിക്കുന്നത് ധർമ്മഗുപ്തൻ. വരവർണിനി ധർമ്മഗുപ്തൻ. ഉണ്ണുനീലി സന്ദേശം. അടുത്തത് ഉണ്ണുനീലി സന്ദേശം, മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം.
14-ാം ശതകത്തിന്റെ ഉത്തരാർദ്ധത്തിൽ രചിച്ച കൃതി. 1350-നും 365-നും ഇടയിലാണെന്ന് ഇളംകുളം അഭിപ്രായപ്പെടുന്നുണ്ട്. രചനാകാലം 1350-നും 365-നും ഇടയിലാണെന്ന് ആരഭിപ്രായപ്പെടുന്നു? ഇളംകുളം അഭിപ്രായപ്പെടുന്നു. ഉള്ളൂര് പറയുന്നത് 1374-ലാണെന്നാണ് ഉള്ളൂരും പറയുന്നത്. ദാമ്പത്യ ജീവിത രഹസ്യങ്ങൾ അടയാളമായി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ നായകനും കവിയും ഒരാളാണ് എന്നാണ് ഉള്ളൂര് പറയുന്നത്. ദാമ്പത്യ ജീവിതത്തിന്റെ രഹസ്യങ്ങളെ ഇതിൽ അടയാളമാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ നായകനും കവിയും ഒരാളാണ് എന്ന് ഉള്ളൂര് പറയുന്നുണ്ട്. 237 പദ്യങ്ങളാണ് ഇതില് ഉള്ളത്. 237 പദ്യങ്ങൾ ഉണ്ണുനീലിയില് ഉണ്ട്. തളിക്ഷേത്രത്തെയും കുളത്തെയും പരാമർശിക്കുന്നത് ഉണ്ണുനീലി സന്ദേശത്തിൽ തളിക്ഷേത്രത്തെയും കുളത്തെയും പരാമർശിക്കുന്നത് ഉണ്ണുനീലി. തിരുവനന്തപുരം മുതൽ ഏറ്റുമാനൂർ വരെയുള്ള സ്ഥലകാല സ്ഥലവർണ്ണന ഏതിലാണ്? ഉണ്ണുനീലിയിലാണ്. തിരുവനന്തപുരം ഏറ്റുമാനൂർ വരെ. അപ്പം ഈ സന്ദേശകാവ്യങ്ങളിൽ തന്നെ എവിടം മുതൽ എവിടം വരെ, തിരുവനന്തപുരം മുതൽ ഏറ്റുമാനൂർ വരെയുള്ളത് ഏതാണ്? ഉണ്ണുനീലിയിലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഉണ്ണുനീലിയിലുള്ള ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതവും ചെന്തമിഴും ചേർന്നിട്ടുള്ള ഭാഷയാണ് ഉണ്ണുനീലിയില്. ഉണ്ണുനീലി സന്ദേശം ഒരു പരിഹാസ കൃതിയാണ് എന്ന് ആരാണ് പറഞ്ഞത്? മാരാരാണ് പറഞ്ഞത്. ഉണ്ണുനീലി സന്ദേശം ഒരു പരിഹാസ കൃതിയാണ് എന്ന് പറഞ്ഞത് മാരാരാണ്. ശ്രദ്ധിക്കുക, മാരാരാണ് പറഞ്ഞത് ഉണ്ണുനീലി സന്ദേശം ഒരു പരിഹാസ കൃതിയാണ്. ഉണ്ണുനീലി സന്ദേശം ഒരു പരാജയ കവനമാണ് എന്ന് പറഞ്ഞത് ആരാണ്? പി ദാമോദരൻ പിള്ള. പരാജയ കവനം എന്ന് പറഞ്ഞത് പി ദാമോദരൻ പിള്ളയാണ്. അങ്ങനെയാണെങ്കിൽ പരിഹാസ കൃതിയാണ് എന്ന് പറഞ്ഞത് മാരാർ. പരിഹസിച്ചത് മാരാരും പരാജയപ്പെടുത്തിയത് ആരാണ്? പി ദാമോദര പിള്ളയാണ്. പരിഹസിച്ചത് മാരാർ, പരിഹാസ കൃതിയാണ് എന്ന് പറഞ്ഞത് മാരാർ. പരാജയ കവനം ആരാണ്? പി ദാമോദരൻ പിള്ള. ഉണ്ണുനീലി സന്ദേശം ഒരു വിനോദ കൃതിയാണ് എന്ന് പറഞ്ഞത് ടി.എസ്. ഭട്ടതിരിപ്പാട്. ഉണ്ണുനീലി സന്ദേശത്തെ കുറിച്ച് 3 അഭിപ്രായങ്ങൾ ഇവിടെ പറഞ്ഞു. പരിഹാസ കൃതി എന്ന് പറഞ്ഞത് മാരാർ, പരാജയ കവനം എന്ന് പറഞ്ഞത് പി ദാമോദരൻ പിള്ള, വിനോദ കൃതിയാണ് എന്ന് പറഞ്ഞത് ടി.എസ്. ഭട്ടതിരിപ്പാട്. ടി.എസ്. ഭട്ടതിരിപ്പാടാണ് ഉണ്ണുനീലി സന്ദേശം ഒരു വിനോദ കൃതിയാണ് എന്ന് പറഞ്ഞത്. ഇതില് സന്ദേശത്തിന്റെ മാർഗം എന്ന് പറയുമ്പോൾ എവിടം മുതൽ എവിടം വരെ? തിരുവനന്തപുരം, വർക്കല, കൊല്ലം, കായംകുളം, കണ്ടിയൂർ, ചെന്നിത്തല, തിരുവല്ല, തൃക്കുടിത്താനം, മണികണ്ഠപുരം, ഏറ്റുമാനൂർ. അങ്ങനെ തിരുവനന്തപുരത്തിൽ നിന്നും ഏറ്റുമാനൂർ വരെ എത്തി. ഏതില്? ഉണ്ണുനീലി സന്ദേശത്തിൽ. ഉണ്ണുനീലി സന്ദേശത്തില് പ്രഭാത വർണ്ണന ഇമ്പോർട്ടന്റ് ആണ്. മാക്സിമം ഈ വരികൾ എല്ലാവരും ശ്രദ്ധിക്കുക. കാളം പോലെ കുസുമധനുസോ ഹന്ത പൂങ്കോഴി കൂവി. ഇമ്പോർട്ടന്റ് ആണ് ഉണ്ണുനീലി സന്ദേശത്തിലെ പ്രഭാത വർണ്ണന. ഇമ്പോർട്ടന്റ് നോക്കി വെക്കുക. കാളം പോലെ കുസുമധനുസോ ഹന്ത പൂങ്കോഴി കൂവി എന്ന് തുടങ്ങുന്ന പ്രഭാത വർണ്ണന. അടുത്തത് കോക സന്ദേശം പറയുന്നുണ്ട്. തിരുനാവായയും വെള്ളോട്ടുകരയും പരാമർശമുള്ളത് കോക സന്ദേശത്തിലാണ്. 14-15 ശതകത്തിന് ഇടയിലാണ് കോക സന്ദേശത്തിന്റെ രചന. 96 ശ്ലോകങ്ങൾ ഇതില് കണ്ടുകിട്ടിയിട്ടുണ്ട്. കോക സന്ദേശത്തിന്റെ 96 ശ്ലോകങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ചക്രവാകം എന്ന പക്ഷിയാണ് കോക സന്ദേശത്തിൽ. ചക്രവാകം എന്ന പക്ഷി സന്ദേശവാഹകൻ. കുട്ടമശ്ശേരി നാരായണ പിഷാരടിയാണ് കോക സന്ദേശം കണ്ടെടുത്തത്. കുട്ടമശ്ശേരി. കോക സന്ദേശം കുട്ടമശ്ശേരി. കോക സന്ദേശം നാരായണ പിഷാരടിയാണ് കോക സന്ദേശം കണ്ടെത്തിയത്. മാർഗവർണ്ണന അവസാനിക്കുന്നത് ഇടപ്പള്ളിയിൽ. ഇടപ്പള്ളിയിൽ മാർഗവർണ്ണന അവസാനിക്കുന്നത് കോക സന്ദേശമാണ്. ഇടപ്പള്ളിയിൽ അവസാനം മാർഗവർണ്ണന ഇടപ്പള്ളിയിൽ അവസാനിക്കുന്നത് എവിടെയാണ്? കോക സന്ദേശത്തിലാണ്. മയൂര സന്ദേശം, കേരളവർമ്മ വലിയ കോയി തമ്പുരാന്റെ മയൂര സന്ദേശം 1895 പ്രസിദ്ധീകരിച്ചു. 141 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. 1895 പ്രസിദ്ധീകരണം, 141 ശ്ലോകങ്ങൾ. കേരളവർമ്മയുടേതാണ് മയൂര സന്ദേശം. ഹരിപ്പാട് അനന്തപുരം കൊട്ടാരത്തിൽ ആരാണ്? അദ്ദേഹം തടവിൽ ഉള്ള സമയത്താണ് ഇത് തയ്യാറാക്കുന്നത്. ആയില്യം തിരുനാളിന്റെ അപ്രീതിയാണ് ഹരിപ്പാട് അനന്തപുരം കൊട്ടാരത്തില് ലക്ഷ്മിഭായി തമ്പുരാട്ടിയുമായിട്ട് വിരഹദുഃഖം അനുഭവിക്കുന്നതിന് കാരണമായത് എന്താണ്? ആയില്യം തിരുനാളിന്റെ അപ്രീതി. 5 കൊല്ലം നീണ്ടുനിന്ന വിരഹമാണ് ഇതില്
എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം മയിലാണ് മയൂര സന്ദേശം, മയൂരമാണ് സന്ദേശവാഹകൻ, മയിലാണ് സന്ദേശവാഹകൻ. ഹരിപ്പാടിലുള്ള വിരിപ്പു നിലങ്ങൾ വർണ്ണിക്കുന്നുണ്ട്. ഹരിപ്പാട്, അനന്തപുരം കൊട്ടാരം എന്നൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരണം മയൂര സന്ദേശമാണ്. ഹരിപ്പാട് മയൂര സന്ദേശമാണ്. ഹരിപ്പാട് വിരിപ്പുനില വർണ്ണനകള് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം മുതൽ തിരുവനന്തപുരം വരെയുള്ള മാർഗവർണ്ണന. സുബ്രഹ്മണ്യ ക്ഷേത്രം, ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം മുതൽ തിരുവനന്തപുരം വരെയുള്ള മാർഗവർണ്ണനയാണ് ഇതില് മയൂര സന്ദേശത്തിൽ. ശബ്ദാലങ്കാര വിഷയത്തിൽ കേരളവർമ്മ കാളിദാസനെയും കവച്ചു നിൽക്കുന്നു എന്ന അഭിപ്രായം ആരുടെയാണ്? AR-ന്റേതാണ്. ശബ്ദാലങ്കാര വിഷയത്തില് കേരളവർമ്മ കാളിദാസനെയും കവച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞത് AR ആണ്. അപ്പോ മണിപ്രവാള സാഹിത്യം അല്ലെങ്കിൽ മണിപ്രവാള കൃതികളെ കുറിച്ച് ഏകദേശം എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഏകദേശം നമ്മൾ ഈ ഒരു മണിക്കൂർ ആയി കാണും ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ ആ ഒരു മണിക്കൂറിൽ ഏകദേശമൊക്കെ എനിക്ക് പറഞ്ഞെത്തിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല. അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയക്കാം, ഗ്രൂപ്പിൽ പറയാം. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ക്ലാസ്സിന്റെ ടൈപ്പ് എങ്ങനെ, സ്പീഡ് കൂടുന്നുണ്ടോ കുറയ്ക്കണോ എന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പറയാം. അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങൾ മാനേജ് ചെയ്യുന്നത് ഓരോ ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയോ കാര്യങ്ങളോ ചെയ്യാം. അപ്പം ഞാൻ ഈ നോട്ട് നാളെയോ മറ്റന്നെയോ ആയിട്ട് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഇടും, അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞത് കേട്ടിട്ടുള്ള നിങ്ങൾക്ക് ഒരു അറിവുണ്ടാവും. PDF ഇടുമ്പം അത് വായിച്ച് നിങ്ങൾക്കൊരു അറിവ് കിട്ടും.